നീറ്റ് പരീക്ഷയ്ക്കെതിരെ കൂടുതൽ ഹർജികൾ സുപ്രീം കോടതിയിൽ. ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് 8 വിദ്യാർത്ഥികളാണ് ഹർജി നൽകിയത്. ഹർജിയിൽ സുപ്രീം കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നോട്ടീസ് അയച്ചു. ഷബ്ന സിയാദുണ്ട് നമുക്കൊപ്പം. ഷബ്ന, കോടതി നടപടികൾ എന്തൊക്കെയായിരുന്നു? വിവരങ്ങൾ. സേതുലക്ഷ്മി, നീറ്റ് പരീക്ഷ സംബന്ധിച്ച് നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇപ്പോൾ പുതുതായി 8 വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നീറ്റ് പരീക്ഷയ്ക്കെതിരെ കൂടുതൽ ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. 8 വിദ്യാർത്ഥികളാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ സുപ്രീം കോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട്. നേരത്തെയും നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. ഷബ്ന സിയാദ് തുടരുന്നുണ്ട്. ഷബ്ന, പറയാം. സേതുലക്ഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിനിടെയാണ് ഈ 8 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഏതായാലും കോടതി കേന്ദ്രത്തിനടക്കം നോട്ടീസ് അയച്ചിട്ടുണ്ട്. മറ്റ് ഹർജികൾ പരിഗണിക്കുന്ന ജൂലൈ 14 ഈ ഹർജികളും പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. നീറ്റ് പരീക്ഷ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും കേന്ദ്ര സർക്കാർ ഗ്രേസ് മാർക്ക് റദ്ദാക്കാം എന്ന തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കോടതിയെ അറിയിക്കുകയും ചെയ്തു. കോടതി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ നല്ലത് എന്ന് പറയുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ പുതിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള നിയമ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നത്. ശരി ഷബ്ന, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. പുതിയ ഹർജിയും മറ്റ് ഹർജികൾക്കൊപ്പം പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റിവച്ചിരിക്കുന്നു. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.